നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. ഹായ് ഫ്രണ്ട്സ്, ചിരിക്കാൻ ചിന്തിക്കാൻ ആകെ മൊത്തം ടോട്ടൽ ആനന്ദിക്കുവാനുള്ള സമയം. വെൽക്കം ടു ജീസസ് കിഡ്സ്. നാട്ടിലായാലും കാട്ടിലായാലും പ്രശ്നങ്ങളുണ്ടാവാം. കാട്ടിലുള്ളവർക്ക് നാട്ടിലുള്ളവരുടെ പ്രശ്നങ്ങൾ കാണാൻ കഴിയുമോ എന്നറിയില്ല. എന്നാൽ നാട്ടിലുള്ളവർക്ക് കാണാം. എങ്ങനെ? കാട്ടിലെ കൂട്ടുകാർ. സുഹൃത്തുക്കളെ, വളരെ സന്തോഷകരമായ നിമിഷങ്ങളിലൂടെയാണ് നമ്മളിന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നിങ്ങൾക്കൊക്കെ അറിയാവുന്നത് പോലെ നമ്മുടെ ഈ വരമയത്തിലെ സ്കൂളിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഫുൾ A+ നേടിയിരിക്കുന്നത്. നമ്മുടെ സ്കൂളിലെ പീലിയാണ് നമ്മുടെ സ്കൂളിനെ ഈ ചരിത്രത്തിന്റെ ഭാഗമാകാക്കുന്നതിൽ വിജയിച്ചിരിക്കുന്നത്. മുഴുവൻ വിഷയങ്ങളിലും A+ നേടിക്കൊണ്ട് നമ്മുടെ സ്കൂളിനും ഈ നാടിനും അഭിമാനിക്കാനുള്ള വകയാണ് നൽകിയിരിക്കുന്നത് പീലി. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. പീലിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തട്ടെ. കൂടുതൽ സംസാരിക്കാനായിട്ട് ലംബോ സാറിന്റെ സാദരം ക്ഷണിക്കുകയാണ്. സാറേ, ഒരു സാറേ. സ്നേഹം നിറഞ്ഞ PTA പ്രസിഡന്റ് കോവർ, ഇന്നത്തെ ഈ ദിവസത്തിന്റെ മുഴുവൻ ആദരവും ഏറ്റുവാങ്ങുന്ന പീലിയുടെ സഹപാഠികളായ മോട്ടു പപ്പീസ്. വളരെ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏതൊരാളുടെ വിജയത്തിന് പുറകിലും ഒരു ചാലക ശക്തി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. തുടർന്നുള്ള മറുപടി പ്രസംഗത്തിൽ അത്തരം കാര്യങ്ങൾ പീലി സൂചിപ്പിക്കും എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. പീലി നേടിത്തന്ന ഈ വിജയം വനമൈത്രി സ്കൂളിനും നമ്മുടെ കുറിഞ്ഞിമലയ്ക്കും ഒരു പുത്തൻ ഉണർവ് നൽകും എന്ന് നമുക്ക് വിശ്വസിക്കാം. അതുപോലെ തന്നെ മറ്റു വിദ്യാർത്ഥികൾക്കും പീലിയുടെ വിജയം ഒരു മാതൃകയായി മാറട്ടെ. ഈ ഷീൽഡ് ഏറ്റുവാങ്ങുന്നതിനും മറുപടി പ്രസംഗത്തിനുമായി ഞാൻ പീലിയെ ക്ഷണിച്ചുകൊണ്ട് നിർത്തട്ടെ. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. സാറേ, ഷീൽഡ് കൊടുത്തോളൂ. ഇതാ പീലി. കൺഗ്രാറ്റുലേഷൻസ്. സ്നേഹബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, PTA പ്രസിഡന്റ്, മറ്റു വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഏതൊരാളുടെ വിജയത്തിന് പുറകിലും ഒരു ചാലക ശക്തി ഉണ്ടാകുമെന്നത് ഒരു പകൽ പോലെ സത്യമാണ്. എന്റെ ജീവിതത്തിലും അത്തരം ഒരാളുണ്ട്. അത് നമ്മുടെ പ്രിയപ്പെട്ട വമ്പൻ സാർ തന്നെയാണ്. സാറിന്റെ ജീവിതത്തിൽ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇന്നിവിടെ നിൽക്കാൻ ഞാൻ ഉണ്ടാകുമായിരുന്നില്ല. ദൈവമേ, എന്തിനിത്രയും പരീക്ഷണങ്ങൾ! ഭക്ഷണം കഴിച്ചിട്ട് ദിവസം 2 ആയി. ഇന്നെങ്കിലും സ്കൂളിൽ നിന്ന് ഉച്ചക്കഞ്ഞി കിട്ടിയാൽ മതിയായിരുന്നു.
നമ്മുടെ പീലി എന്താ ഇവക്ക് പറ്റിയത്? ഭയങ്കര സ്ലോ മോഷനിലാണല്ലോ നടക്കണേ. അല്ല മോട്ടു, നീ ശ്രദ്ധിച്ചോ? കുറച്ചു നാളായി പീലിയുടെ മുഖത്ത് യാതൊരു സന്തോഷവുമില്ല കേട്ടോ. ആ അത് അവളുടെ പോസാ പപ്പീസേ. ക്ലാസ്സിലെ പഠിപ്പിച്ചിട്ടല്ലേ, അതിന്റെ അഹങ്കാരം അവളുടെ മുഖത്തുണ്ട്. പപ്പീസ്, നിങ്ങൾ നടന്നോളൂ. ഞാൻ കുറച്ച് പതുക്കെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ അവിടെ എത്തിക്കോളാം. ആയിക്കോട്ടെ ശരി. ആയിക്കോട്ടെ മോട്ടു, നീ പറഞ്ഞു ശരിയാ കേട്ടോ. ദൈവമേ, എന്താ ഒരു വഴി. ആ, എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയാൽ മതിയായിരുന്നു. ഇങ്ങനെ പോയിട്ട് എങ്ങനെ ക്ലാസ്സിലിരിക്കും? ഇത് തന്നെ മാർഗം. കളിച്ച് കളിച്ചപ്പോ കളവും തുടങ്ങി. നിക്കവിടെ പീലി, നീ ബണ്ണ് വെട്ടെടുക്കല്ലേ? ഗംഭീര, വേഗം വാ, നിന്റെ ബണ്ണ് വെട്ടെടുത്ത് വരും. ഓടി വായോ, ഓടി നോക്കി നിൽക്കാതെ കയറെടുക്കണം, കെട്ടിയിട്ട് എല്ലാരും കാണട്ടെ ഈ കള്ളിയെ. പിന്നെ എനിക്ക് ഇവളുടെ കൂടെ സെൽഫി എടുക്കണം. ജീവിതത്തിൽ ആദ്യമായിട്ട് ആ ഒരു കള്ളിയുടെ കൂടെയുള്ള സെൽഫി ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. കുട്ടിയുള്ള സെൽഫി എടുക്കല്ലേ പ്ലീസ്. ഞാൻ പൊട്ടിച്ചത് എനിക്ക് വിശന്നിട്ടാണ്. ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി. ഇപ്പൊ പീലി പറഞ്ഞ ഡയലോഗല്ലേ വിശ്വസിക്കാൻ പോയില്ലേ? കപിലേ, ഈ പാക്കറ്റ് പണ്ട് ഇവിടെ കയ്യിലിരിക്കുന്നത് സെൽഫിക്ക് തീരെ പ്രൊജക്ഷൻ ഇല്ലല്ലേ? ഇനി കുറച്ച് പെണ്ണ് പാക്കറ്റ് കളി എടുക്ക് സെൽഫി. ഈ ഫോട്ടോക്ക് ഇടാൻ പറ്റുന്ന ക്യാപ്ഷൻ ഞാൻ പറഞ്ഞുതരാം. പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ. കള്ളനല്ല കള്ളി. പ്ലീസ്, ഞാൻ പറയുന്നത് മനസ്സിലാക്ക്. കപിലെ, നീ ഒരു കാര്യം ശ്രദ്ധിച്ചാ? ഈ പീലിയുടെ മുഖത്തൊരു കള്ളലക്ഷണല്ലേ? അതുകൊണ്ട് നമുക്ക് 2 കൊടുത്താൽ അത് കറക്റ്റ് ആവും. ശരിയാ, പറ്റില്ലല്ലോ. ഗംഭീർ, എന്താ അവിടെ എന്താ സംഭവിക്കുന്നത്? കണ്ടില്ല, ഞങ്ങൾ കള്ളിനെ പിടിച്ചതേ. പല നാൾ കള്ളൻ ഒരു നാൾ പിടി. തെറ്റിച്ചു. പല നാൾ കള്ളനല്ല കള്ളി. സാറിത് കണ്ട, ഈ കാണുന്ന പെണ്ണ് പീലി എന്റെ കടയിൽ നിന്ന് പൊട്ടിച്ചത്. ഞങ്ങളത് കൈയോട് പിടികൂടി. സത്യമാണോ പീലി കേൾക്കുന്നത്? സാറേ, പക്ഷേ എന്തോന്ന് പക്ഷേ? എനിക്ക് വിശന്നിട്ടാ സാറേ ഞാൻ മോഷ്ടിച്ചത്. 2 ദിവസമായി ഞാൻ ഒന്നും ദൈവമേ, ഞാൻ കേൾക്കുന്നത് സത്യമാണോ? കഴിച്ചിട്ടാണ് സാറേ. ഗംഭീരെ, ഉടനെ പീലി മനസാക്ഷിയില്ലാത്ത ജന്മങ്ങളെ, 2 ദിവസമായി ഭക്ഷണം കഴിക്കാത്ത ഒരാളുടെ വേദന അറിയണമെങ്കിൽ 2 ദിവസം നീയൊക്കെ പട്ടിണി കിടക്കണം. എന്നാലേ അതറിയൂ. 2 ദിവസം നിന്റെയൊക്കെ അമ്മമാരെ ഒന്നും തന്നെ വെച്ചു വിളമ്പി തരാതിരിക്കണം. കളവിനെ ന്യായീകരിക്കാണ്. കളവിനെ ഞാൻ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. പക്ഷേ പട്ടിണി കിടക്കുന്ന അയൽക്കാരനെ കാണാത്ത നീ ഒരിക്കലും നിന്റെ ദൈവത്തെ കണ്ടെത്തുന്നില്ല എന്ന സത്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. എൻ്റെ ഈ ചെറിയ സഹോദരനെ നീ ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണിത് ചെയ്തത് എന്ന ബൈബിൾ വാക്യം എന്തേ നിങ്ങൾ ഓർക്കാതെ പോയത്? സാറ്, ഞങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയത് സാറേ. ഞങ്ങളോട് ക്ഷമിക്കണം സാറേ. എങ്കിൽ ഉടനടി പീലിയുടെ കെട്ടഴിക്ക്, എന്നിട്ട് പീലിയോട് മാപ്പ് പറയും. പീലി,
നിന്നെ ഉപദ്രവിച്ചതിന് സോറി ട്ടോ പീലി. മാപ്പ് പീലി, ഒന്നും വിചാരിക്കരുത് കേട്ടോ. കൂട്ടുകാരെ, ഞാനാണ് നിങ്ങളോട് മാപ്പ് പറയേണ്ടത്. മോഷണം ഒരു പാപം തന്നെയാണ്, വിശന്നിട്ടാണെങ്കിലും. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്ത തെറ്റാണെന്ന് എനിക്കറിയാം. ഗംഭീറെ, ഈ നിൽക്കുന്ന പീലിയാണ് കുറിഞ്ഞിമല വനമൈത്രി സ്കൂളിലെ ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടി. ഫുൾ A+ നേടി ഈ നാടിന് അഭിമാനമാകേണ്ട കുട്ടിയാണ് ഈ പീലി. ദേ പീലി, ഇത് പിടിച്ചേ. ഇനി മുതല് ഈ കട പീലിയുടെ കൂടിയാണ്. എപ്പ വേണമെങ്കിലും പീലിക്ക് ഇവിടെ വരാം, ഇഷ്ടമുള്ളത് എടുത്ത് കഴിക്കാം. എങ്ങനെയുണ്ട്? എന്നാലേ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു സെൽഫി എടുത്താലോ? അത് കൊള്ളാം. നിക്ക് സാറേ. പ്ലീസ്. ഓക്കേ, റെഡി? സൂപ്പർ സെൽഫി ആയിട്ട്. എങ്കിൽ ഇതിനെ പറ്റിയൊരു അടിക്കുറിപ്പ് ഞാൻ പറഞ്ഞുതരാം. വനമൈത്രി സ്കൂളിൽ ഏറ്റവും മിടുക്കിയായ സ്റ്റുഡന്റിനൊപ്പം ഇതെങ്ങനെയുണ്ട്? കൊള്ളാം കൊള്ളാം കൊള്ളാം. പീലി, നമ്മുടെ മറ്റ് സെൽഫികളൊക്കെ ഞങ്ങൾ ഇപ്പൊ തന്നെ ഫോണിൽ എഡിറ്റ് ചെയ്യും കേട്ടോ. എന്റെ ജീവിതത്തിലും അങ്ങനെ ഒരാളുണ്ടായിരുന്നു. അതാണ് പപ്പു സാർ. പണി പിടിച്ച് കിടപ്പിലായതിനാലാണ് അദ്ദേഹത്തിന് ഇന്നിവിടെ എത്തിച്ചേരാൻ പറ്റാതിരുന്നത്. പ്രിയപ്പെട്ട പപ്പു സാർ, എന്റെ പ്രാർത്ഥനയിൽ എന്നും നിങ്ങൾക്കൊരിടമുണ്ടാകും. ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. നീ ക്ഷമിക്കണം. നീ ആഹാരം മോഷ്ടിച്ചെന്ന് ഞങ്ങളുടെ വായിൽ ചോറുണ്ടായിരുന്നു. നിന്നോട് കാര്യങ്ങൾ തിരക്കി പീലിയെ മനസ്സിലാക്കുന്നതിൽ ഞങ്ങളും പരാജയപ്പെട്ടു. മാപ്പാക്കണം പീലി. ഞാനതൊക്കെ അന്നേ മറന്നു. പിന്നീട് ഞങ്ങളുടെ വീട്ടിൽ എല്ലാ മാസവും കൃത്യമായി അരിയും മറ്റ് പലചരക്കുകളും പമ്പസാർ കൃത്യമായി എത്തിക്കുന്നുണ്ട്. അന്നത്തെ ആ മോഷണം കൊണ്ട് ഇന്നെനിക്ക് നല്ല സുഹൃത്തുക്കളെയും കിട്ടി. എന്നാലും അവള് നല്ലവളാ കേട്ടോ. പാവം പീലി അല്ലേ? ഈ ഷീൽഡ് വരെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് അവരാണ്. എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും അവർ എന്നോടൊപ്പം ഉണ്ട്. ഇപ്പോൾ നിങ്ങളും ഈ സന്തോഷവേളയ്ക്ക് മാറ്റുകൂട്ടാൻ ഇനി പപ്പീസിനൊരു പാട്ടാകും. വേണം വേണം. ശരി, ഞാൻ പാടാം. കണക്കുകൾ പറയാത്ത സ്നേഹം, കനിവിൻ്റെ നിറവാർന്ന സ്നേഹം, കാൽവരിക്കുന്നിലെ സ്നേഹം, കർത്താവാം യേശുവിൻ സ്നേഹം. കണക്കുകൾ പറയാത്ത സ്നേഹം, കനിവിൻ്റെ നിറവാർന്ന സ്നേഹം, കാൽവരിക്കുന്നിലെ സ്നേഹം, കർത്താവാം യേശുവിൻ സ്നേഹം. Joyful and beautiful and jolly, jolly, graceful and holy and jolly, jolly. Blessed is the life of Johnny, Johnny, shining star of Jesus. കൂകിപ്പാടും കുറുവാരി പെണ്ണേ, തത്തി തത്തി പാറി നടക്കും തത്തമ്മ പെണ്ണേ, കുറുകുറുകിപ്പാടും കാക്കച്ചിയമ്മേ, തുറുതുറ പെയ്യുന്ന മഴയിൽ പാടി ആടിവാ. നിങ്ങളറിഞ്ഞോ കൂട്ടാരേ, സ്വർഗം തരുന്നൊരു സമ്മാനം, കുട്ടിക്കുറുമ്പുവാൻ കളിയും ചിരിയുവാൻ ഈശോതൻ സ്നേഹം പകരാൻ വരുവാൻ. Joyful and beautiful, jolly, jolly, graceful and holy, jolly, jolly. Blessed is the life of Johnny, Johnny, the shining star of Jesus. Joyful and beautiful, jolly, jolly, graceful and holy, jolly, jolly. Blessed is the life of Johnny, Johnny, shining star of Jesus. Johnny. വിരിയുന്ന ഓരോ പൂവിതളുകളിലും ദൈവഹിതം കോറിയിട്ടിട്ടുണ്ട്. ചെടി മുളയ്ക്കും, വളരും,
പൂവിടും, ഒരുപാട് മനുഷ്യരെ സന്തോഷിപ്പിക്കും. പിന്നെ അത് സൂര്യന്റെ ചൂടിൽ വാടി തളർന്ന് മണ്ണിൽ മറയും. ഒരു ചെറിയ ജീവിതം, പക്ഷേ പൂക്കളെ നോക്കുന്നവർക്ക് ഒരു തരി സന്തോഷം. അത്രമാത്രം മതി നമ്മുടെ ജീവിത ലക്ഷ്യം. പൂക്കളുടെ പാഠം നമുക്ക് മറക്കാതിരിക്കാം. ഇന്നത്തെ പ്രസംഗം കേട്ടിട്ട് ഉറങ്ങാൻ പറ്റിയില്ല. അത്ഭുതം! ജോപ്പൻ ഉറങ്ങാത്ത പ്രസംഗം ഞാൻ വിശ്വസിക്കില്ല. കേട്ടപ്പോ വീണ്ടും ഒരിത്. പൂക്കളെ പറ്റി ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടേയില്ല. ശരിയാ, ആരോടും പരാതിയില്ലാതെ പരിഭവമില്ലാതെ എല്ലാവരെയും രസിപ്പിച്ച് അങ്ങനെ അങ്ങ് പോകും. കുട്ടികളായി നമ്മൾ ജനിക്കുമ്പോഴും കരച്ചിൽ, വളരുമ്പോഴും കരച്ചിൽ. പക്ഷെ മനസ്സിനൊരിത്. പൂക്കളെ കാണുമ്പോൾ ഒരു ബഹുമാനം പോലെ. ഒരിതൊക്കെ ഉണ്ടാവും. ഇന്ന് ആടിനെ തീറ്റണ്ടേ ജോപ്പാ? ആടിനി എന്നെ തീറ്റട്ടെ. പുല്ലൊക്കെ ഉണങ്ങി. എന്തൊരു വെയില. അരുവി വറ്റി. പൊടിക്കളത്തെ കണ്ടിട്ട് ഒരുപാട് നാളായി. നമുക്ക് വേഗം പോയി ഭക്ഷണം കഴിച്ചു വരാം. ജോപ്പന്റെ ആടിനെ തീറ്റുകയും ചെയ്യാം. എന്റെ ഈശോപ്പാ, എന്റെ കുരിശ്. പ്രകൃതി എന്റെ കണക്കിന്റെ പേപ്പർ പോലെയായി. പച്ചപ്പുള്ളതൊന്നും ഇല്ല കിങ്ങിണി. പുല്ലുള്ള സ്ഥലം പൊടിക്കളത്തിനും മിക്കുവിനും അറിയാം. അവരെ കണ്ടിട്ട് എത്ര ദിവസമായി. നമുക്ക് പോയി നോക്കാം. പക്ഷെ ജോണിയും ജോമിയും വരട്ടെ. ഇതെന്താവേ, ജലവിതരണമോ? അതെ, അരുവി വറ്റി. ഇനി പാവം പക്ഷികൾ എന്തു ചെയ്യും? നമുക്ക് വെള്ളം ചോദിച്ചു വാങ്ങിക്കാം. നമ്മുടെ വീടിനടുത്തുള്ള ഓരോ ജീവജാലവും ദാഹിച്ചലയരുത്. ജോണി, ഞാൻ അത്ര ഓർത്തില്ല. ഒരാടും പച്ചപ്പുല്ല് കിട്ടാതെ അലയരുത്. എനിക്കിട്ട് താങ്ങി. ഒത്തിരി ഉപകാരം. ബട്ട് ഒരു ഉപകാരം കൂടി ചെയ്തു തരുമോ? മരത്തിന്റെ ചോട്ടിലെ ഉണങ്ങിയ പുല്ലുകളൊന്ന് മാറ്റി തരുമോ? കാട്ടുതീ പിടിച്ച് ഞങ്ങൾ നശിക്കും. അത് ഞങ്ങൾ ഇപ്പൊ നിരപ്പാക്കി തരാം. നന്ദി, നന്ദി. ഒരിക്കലും മറക്കില്ല നിങ്ങളുടെ നല്ല മനസ്സിനെ. ഇനി നമ്മുടെ പൊടികളത്തെയും മിക്കുവിനെയും കണ്ടുപിടിക്കണം. എന്നിട്ടേ വിശ്രമമുള്ളൂ. അവർക്കറിയാം പച്ചപ്പുല്ലുള്ള സ്ഥലം. ഈ മരം കൂടി ഉണങ്ങിയാൽ എല്ലാ പ്രതീക്ഷയും തീരും. അത് നമ്മൾ ഉണക്കില്ല. മിക്കു, നമ്മുടെ പിള്ളേരെ കണ്ടിട്ട് എത്ര കാലമായി. അവര് പരീക്ഷാ തിരക്കല്ലേ. പിന്നെ നമ്മളെ ഈ പരുവത്തിൽ കാണാതിരിക്കുന്നതല്ലേ നല്ലത്. അത് ശരിയാ. 2 മഴ പെയ്ത് കാട് തളിർക്കട്ടെ. ഇതെന്നെ കോല
കോലമാ പൊടിക്കളം, കഷ്ടം. അയ്യോ അത് വേണ്ട, നിങ്ങൾക്ക് ഇത് മാത്രമല്ലേ ഉള്ളൂ. ഇതെന്ത് രൂപമാ മിക്കു? ജീവിതം വസന്തം മാത്രമല്ല ജോണി, വേനലും ചൂടും എല്ലാം അതിന്റെ ഭാഗമാ. ഭക്ഷണം മുൻകൂട്ടി കരുതി വെക്കാൻ ഞങ്ങൾക്ക് ദൈവം അനുവാദം തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ പച്ചയും പഴുത്തതും മാത്രമല്ല, ഉണങ്ങിയതും വാടിയതും ഒക്കെ കഴിക്കും. അതാണ് സൃഷ്ടിച്ചവന്റെ ഇഷ്ടം. ഞങ്ങൾക്കത് ജീവിത നിയമം. പക്ഷേ പൊടിക്കളത്തിന് മനസ്സ് വെച്ച ഒരല്പം കൂടി തടി കൂട്ടാമായിരുന്നു. അതെങ്ങനെ? നമ്മുടെ കാട്ടിലെ അതിമനോഹരമായൊരു സ്ഥലമുണ്ട്. ഏതു വേനലിലും നല്ല നല്ല പച്ചപ്പുള്ള സ്ഥലം. അതെ, മറ്റാനകൾക്കൊന്നും ആ സ്ഥലം അറിയില്ല. പൊടിക്കളത്തിന് മാത്രമേ അറിയുള്ളൂ. അത്രയും ഭംഗിയാണോ? കണ്ണടച്ചോ, ഞാൻ വിവരിക്കാം. അതെ, നമ്മൾ അതിന്റെ തൊട്ടടുത്താ ഉള്ളത്. നമ്മൾ ഒരു ഉയർന്ന പാറയുടെ മുകളിൽ നിൽക്കുന്നു. നമുക്കവിടെ പോയാലോ? നമ്മൾ പോകുമല്ലോ. പക്ഷേ പൊടിക്കളം പോകുമോ? വാ പൊടിക്കളം, ചുമ്മാ ഒരു നടത്തം. അതെ, പൊടിക്കളം വരില്ല. ഞാൻ വരാം. നിങ്ങളത് കാണാൻ വേണ്ടിയാണ് ഞാൻ അവിടെ പോവാതിരുന്നത്. അതെന്താ? അതൊക്കെ ഞാൻ അവിടെ വെച്ച് പറയാം. ദൈവമേ, എന്തൊരു ഭംഗി! ഇവിടുത്തെ കാറ്റാണ് കാറ്റ്. ഇവിടുത്തെ പുല്ലാണ് പുല്ലേ. പൊടിക്കളങ്ങൾ താഴെ പോയ കുളത്തിലിറങ്ങി ആ പന തകർത്തൊന്ന് അടിച്ചു പൊളിക്കാൻ പാടില്ലേ? പൊടിക്കളം പോകില്ല. അതാ പൊടിക്കളം. പൊടിക്കളം അങ്കിൾ, കാര്യം പറ, എന്താ പോകാത്തത്? കാര്യം പറ അങ്കിൾ. പറയാം. ആന കയറിയ കാട് എങ്ങനെ ഇരിക്കും? ഈ ശരീരം വലുതല്ലേ. ഞാൻ അവിടെ വന്നിറങ്ങിയാൽ ഇപ്പോ നിങ്ങൾ കാണുന്ന അതിമനോഹരമായ സ്ഥലം ചെളിക്കൂമ്പാരമാകും. ഉറപ്പ്. ഒരു പക്ഷെ ഇരിക്കാക്കുളത്തിൽ ആടി തിമിർക്കാം, പന തിന്നാം. പക്ഷേ ഞാനൊരാൾ മാത്രം അത് ആസ്വദിക്കുമ്പോ അതൊരു ശരിയുള്ള കാര്യമാണോ? എത്ര പേർക്ക് മനോഹരമായ സ്ഥലം നഷ്ടമാവും? ഒരാളുടെ കൊതി മറ്റനേകം പേരുടെ സങ്കടത്തിന് കാരണമാകും. അത് വേണോ? മോഹമില്ലാതെ പ്രപഞ്ചത്തെയും മറ്റുള്ളവരെയും നോക്കുന്നവനാണ് ഉന്നതൻ. നോക്കിയേ, കാർമേഘം കനക്കുന്നു. മഴ വരും. വീണ്ടും എല്ലാം തളിർക്കും. അപ്പോൾ പൊടിക്കളം വീണ്ടും തടിക്കും. വേനലായാലും മഴയായാലും പോലെ ഉരുണ്ടിരിക്കും. പൊടിക്കളം അങ്കിൾ, നിങ്ങൾ ഭയങ്കര സംഭവമാ. മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി പട്ടിണി കിടന്നു. അതിനാൽ മനോഹരമായി ഈ പ്രദേശം നിലനിൽക്കുന്നു. പരോപകാര പ്രവണമാണ് പ്രപഞ്ചം. ഇതാണ് ദൈവം പ്രപഞ്ചത്തിൽ എഴുതിയ സുവിശേഷം. പ്രകൃതി നൽകുന്ന പരിമിതികളിൽ പരാതിയില്ലാതെ ജീവിക്കാൻ അനുവദിക്കുക. ഇതാണ് ദൈവം പൊടികളത്തിന്റെ ഉള്ളിൽ കോറിയിട്ട സുവിശേഷം. പൂവിരലിൽ വിരിഞ്ഞ ദൈവത്തിന്റെ ഇഷ്ടം പോലെ. മുളയ്ക്കുന്നു, തളിർക്കുന്നു, പൂക്കുന്നു, കൊഴിയുന്നു. പ്രകൃതി ദൈവത്താൽ സമ്പൂർണം. എന്നാ ഞാനിനിയൊരു സത്യം പറയാം. ആന കേറിയാൽ കുളമാവുന്നത് പോലെ ആട് കേറിയാൽ ഒരു പ്രദേശം കുളമാകില്ല ചോപ്പായി. ആട് കടിച്ചാൽ മുളക്കില്ല കുട്ടി. വിവരമില്ലാത്ത ആട് കടിച്ചാൽ വിവരമുള്ള ചെടിയോതാൽ മുളയ്ക്കൂല.
വംശീയാധിക്ഷേപം. വിട് വിട്, എനിക്ക്